ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ ഇവ എന്നെ വെറുതെ ഇങ്ങനെ ചിരിപ്പിക്കാണ്. അല്ലോ ഞാനൊന്ന് ആലോചിക്കുക. അന്നെന്തോ എന്താ ഓണായിരുന്നു, എന്തായിരുന്നു അമ്മന്ന്? എപ്പോ നമ്മള് അടുപ്പിച്ചൊരു 10 സാരിയൊക്കെ കൊടുത്തല്ലോ. നവരാത്രിയോ ഓണോ എന്തായിരുന്നത്? അതെങ്ങനെയോ നമ്മുടെ കുടുംബാംഗങ്ങളെ എങ്ങനെയോ ക്ഷമിച്ചു, പാവല്ലേ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ റേറായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടപ്പോൾ അടുത്തൊരു വെച്ച് പാവം ഒന്ന് പ്രോത്സാഹിച്ച് കളയാന്ന് വിചാരിച്ചു. ആ ഒരൊറ്റ പ്രോത്സാഹനം കിട്ടിയത്. അമ്മ വീട്ടിലുള്ള പഴയ സാരിയൊക്കെ പൊടി തട്ടിയെടുത്തു. എനിക്ക് പോയി എൻ്റെ ഭഗവാനെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. 18 വയസ്സായാലും 25 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ഇത്തിരി മുഖസ്തുതി പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. ഇത് അല്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾ ഈ കുക്കിംഗ് ഷോന്റെ ഒപ്പം ഒരു ഫാഷൻ പരേഡ് അല്ല, പക്ഷെ എന്നാലും നന്നായിട്ട് കാണുമല്ലോ, അപ്പൊ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പിന്നെ അതിന്റെ ഒപ്പം ഈ കുക്കിങ്ങിന്റെ ഒപ്പം ഫാഷൻ പരേഡ് ആണെങ്കിൽ നമ്മൾ സമ്മതിക്കുക, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, എന്റെ ഫുൾ സപ്പോർട്ട് നമ്മുടെ പിന്നമർത്തുണ്ട് കേട്ടോ. പിന്നിൽ ഞാൻ ജയ് അമ്മ, ഞാൻ പിന്നിൽ ജയ് എന്ന് വിളിക്കുന്ന നമുക്ക് കേൾക്കണ്ടാണ്. ഇത് സപ്പോർട്ടാണ് അമ്മ. ഇതെന്തായി ചൂട് കൂടുതലായി. ഇപ്പോൾ അമ്മയുടെ വയറിങ്ങനെ പുകഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ദേഷ്യം വന്നത്, അതേപോലെ ഈ ചട്ടിയും ഇത് ചൂടാവാൻ വെച്ചിട്ട് അമ്മ വീഡിയോ പിടിക്കുകയാണെന്നും കൂടി മറന്നു എന്നുള്ളതാണ് സത്യം. അതെ, ഞാൻ എന്താ പറയാൻ വിചാരിച്ചത് ഒക്കെ മറന്നു. എന്ത് കൊള്ളിയാണെങ്കിലും സത്യം പറയും. ബീൻസ് ഞങ്ങക്ക് കാണിക്കേ. ബീൻസ് പിന്നെ ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇട്ടു നിർത്തിയൊക്കെ. ഇത് രണ്ടും കൂടി ഞാനൊരു കറി ഉണ്ടാക്കും. കറിയല്ല, ഒരു ഫ്രൈ മതി. ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണിക്കില്ല. നമ്മുടെ മൂടൊക്കെ പോയി. ഈ ചക്കര ഇങ്ങനെ തന്നെ പിടിക്കും. ഇവിടെ ഞങ്ങൾ നോക്കട്ടെ. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, കടുക്, ജീരകം. ഉപ്പ് വേണ്ട, അത് ഇടുവല്ലോ എല്ലാത്തിലും. നീ കാരണം ഞാൻ എന്തൊക്കെ മറന്നു നോക്ക്. എണ്ണയും ചട്ടിയൊന്നും വേണ്ട. പക്ഷെ ഞാനിങ്ങനെയൊന്നും പറയുന്ന നമ്മൾ പ്രതീക്ഷയും കൂടി ഇല്ല. ഒരു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ ചെക്കൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വെള്ള തുണി ഇങ്ങനെ കെട്ടിയില്ലേ തലയില്, അതിന്റെ ഭാരത്തിൽ മുല്ലപ്പൂവും കൂടി ചൂടിയ സൂപ്പറായിരിക്കും. ഇത് പ്രോത്സാഹനമല്ല അമ്മ. ഇത് അടുക്കളയിൽ മുല്ലപ്പൂ ചൂടാൻ പാടില്ല എന്ന് പറയുന്ന നിയമം വെച്ചിട്ടുണ്ടോ? കോട്ടെ ഒരു റോസാപ്പൂ. അത് ചെയ്യുമ്പോ ഒന്ന് പറയണം, അങ്ങനെ മറന്നുപോകും. കടുക്, ഈ കടുക് പൊട്ടുമ്പോൾ പൊട്ടുണ്ടമ്മ, പക്ഷെ പുറത്ത് കാണിക്കില്ല എന്നാണ്. ഇത് കഴിയട്ടെ, ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തന്നെ ശരിയാക്കോ. പിന്നെ ഈ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അല്ല, ഈ പാചകം വെക്കുന്ന സമയത്ത് ഇത്തിരി മുല്ലപ്പൂ ചൂടാൻ പാടില്ല എന്നുണ്ടോ? അത് ചോദിച്ചാണ്. പിന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു ദിവസം എടുത്തു. പിന്നെ അവർക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം കൂടി ഉൾപ്പെടാണ്. അപ്പോഴേക്കും ഇവരുടെ തുടങ്ങി. ആരാ നമ്മുടെ ഫ്രണ്ടിൽ വന്നെന്ന് പറഞ്ഞ്? എന്റെ കൂട്ടുകാരി ഫ്രണ്ട്. എപ്പോ? ഫോണില് ഫ്രണ്ടിൽ വന്ന് പറഞ്ഞൊന്നല്ല അല്ലേ? നിന്നെ ഞാനല്ലേ ഇപ്പൊ ശരിയാക്കോ അതോ പിന്നെ ശരിയാക്കോ? എത്ര ശരിയാക്കിയിട്ട് ഞാൻ ശരിയായിട്ടില്ല ഏട്ടമ്മ. ക്യാരറ്റ് എന്നാലും എൻ്റെ അമ്മ ഞാനൊരു ഡയലോഗ് പറയുമ്പോഴേക്കും ചട്ടി ചൂടായതും കൂടി അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ബീൻസിട്ടു. അത് ഞാൻ സത്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എന്നാലും രാവിലെ തന്നെ ഇതൊക്കെ ഇത്തിരി മെനക്കെടല്ലമ്മ.
രാവിലെ തന്നെ പോയിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാലേ. അത് രാവിലെ ഞാൻ എന്തായാലും കുളി കഴിഞ്ഞപ്പോൾ കൊടുത്തതല്ലേ. അതന്നെ. എന്നാലും അമ്മക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ലേ അമ്മ? തോന്നി. അതുകൊണ്ട് പറഞ്ഞാണ് പാവമല്ല അമ്മ. പാവം ഞങ്ങൾക്ക് അല്ല, ഈ പ്രേക്ഷകർ ഞാനാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ അമ്മ അങ്ങനെ കൊടുത്തു വരുന്നത്. ഞാൻ പ്രേക്ഷകരിൽ കൂടിയിട്ടോ, അതമ്മ ചിന്തിക്കണം. എന്തിന് ഞാൻ നല്ലതല്ലേ പറഞ്ഞേ? ഓ ദുഷ്ടനാണവൻ, നമ്മുടെ വിചാരിച്ച ആളൊന്നല്ല പറയൂലേ. ഇവൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിന്നിട്ട് കാല് വാരുകയാണ്. പക്ഷെ ഇതൊന്നും ഞാൻ ചോദിക്കാൻ പറഞ്ഞല്ല കേട്ടോ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ, അച്ഛൻ പറഞ്ഞാണ് ചോദിക്കാൻ കേട്ടോ. ഇതൊന്നും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതല്ല, അച്ഛൻ പറഞ്ഞു ഇന്ന കാര്യം ഇന്ന് ചോദിക്കുക തന്നെ വേണം പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അമ്മയുണ്ട പറയണം അമ്മയുടെ പൊന്നാരമാനാണ് ഇപ്പം എങ്ങനെ അച്ഛൻ്റെ ആക്കിയത്. നമ്മളെന്താ ഫുട്ബോളോ തോന്നുമ്പോൾ ഈ പാർട്ടിക്കാർ അങ്ങോട്ട് തെറ്റുക, അപ്പുറത്തെ പാർട്ടിക്കാർ ഇങ്ങോട്ട് തെറ്റുക, എന്താ കളിക്കുക. ഈ കണക്കിന് പോയാൽ നിങ്ങൾ അപ്പുറത്തപ്പുറത്ത് 2 ഗോല് വെച്ചിട്ട് ഒരാൾ ഒരാൾ ഈ മുക്കുന്ന അങ്ങോട്ട് ഇപ്പം ഇട്ടു കറിവേപ്പില, കടുകിട്ടു, നല്ല ജീരകത്തു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടു, ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടു, പിന്നെ ഈ ബീൻസ് ഇട്ടു. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കും. ഇതൊക്കെ ഞങ്ങൾ കണ്ടല്ലോ. ഞാൻ അടച്ചു വെക്കും. വെള്ളമൊന്നും വെക്കണ്ട, ഇത് വെള്ളം ഉണ്ടല്ലോ. അമ്മ ഒരു മകനെ വെറുതെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് 2 ഗോലും വെച്ചിട്ട് ഫുട്ബോൾ കളിക്കാൻ നിൽക്കരുത്. ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടുക, അപ്പുറത്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് ആ ഗോലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാളെ സ്വന്തമാക്കിയിട്ട് ഇങ്ങോട്ട് ചവിട്ടുക. ഇപ്പം പറഞ്ഞില്ലേ അച്ഛൻ്റെ പൊന്നുമോനാണെന്ന്. നാളെ അങ്ങനെയല്ല, എൻ്റെ മകനാണ് വന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് ചീത്ത പറയണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങൾ തീരുമാനിക്കുക ആരുടെ മകനാണെന്നുള്ളത്. ആണോ? എന്തിനെ കുറിച്ചായിരിക്കും വിചാരിക്കേണ്ട, എന്തിനാ വിചാരിക്കണം, അതൊന്നും വരണ്ട. ഓ എനിക്ക് മതിയായി, ജീവിതേ മടുത്തു, ഞാൻ എവിടെയെങ്കിലും കടന്നു പോവാ പറയും. പണ്ടൊക്കെ എന്താ ഞാൻ സന്യാസിയായി പോവാന്ന് പറയുന്നത് പണ്ട് കാലത്ത്. പക്ഷെ ആണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾ പോയില്ലേ. ഇപ്പൊ എന്താ അറിയോ, ഞാനേ ഒരൊറ്റ പോക്കങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാണുന്നത് എനിക്ക് മതിയായി. ജീവിതം ഏത് നേരം നോക്കിയാലും ഈ സ്വൈരക്കെടും ദുഃഖവും വേദന അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ തന്നെ ഉള്ളൂ. സ്നേഹമില്ല എന്നൊക്കെ പറയും, മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി വീട്ടില്, അപ്പൊ സ്നേഹമില്ല അങ്ങനെ പലരും പറയും. അപ്പൊ അതിനെ കുറിച്ചാണ് ഇപ്പൊ ഒരു കഥ. ഒരിക്കൽ ബോധിവനത്തിൽ നമ്മുടെ ബുദ്ധദേവൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത്, ബോധിവനം അവിടെയാണല്ലോ ആള്, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആള് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ വന്നിട്ട് ധ്യാനത്തിലിരിക്കുന്നവരെ കൊണ്ടുവരുന്ന വരെ കാത്തു നിന്നിട്ട് എന്ത് പറഞ്ഞു. അപ്പൊ ആള് കുറെ കഴിഞ്ഞപ്പോ ധ്യാനത്തിൽ നിന്ന് കണ്ടു തുറന്നപ്പോ മുമ്പിൽ ഒരാൾ തൊഴിലയോടെ നിൽക്കണു. ആള് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ബുദ്ധദേവൻ അപ്പൊ പറഞ്ഞു, എനിക്ക് സ്വാമി ഈ ജീവിതത്തിൽ നിന്നുള്ള എനിക്ക് വിരക്തി തോന്നി, എനിക്ക് ജീവിതേ മടുത്തു, സംസാര ജീവിതം എനിക്ക് വേണ്ട, അതുകൊണ്ട് എനിക്ക് സന്യാസിയാവണം. സ്വാഭാവികം. അപ്പൊ എന്താണ് എനിക്ക് ഇത്ര നിരാശ എന്ന് പറയും. ഭാര്യ മക്കളും സ്വയം കൊടുക്കണ്ടാവില്ല. ജീവിതത്തിന് ഈ എന്തൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലുകളും സ്നേഹക്കുറവും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. ഈ ജീവിതത്തിൽ ഇനി വേറെ എന്താ ഉള്ളത്? അപ്പൊ ഈ ജീവിതത്തിന്റെ എല്ലാം എനിക്ക് മതിയായി സ്വാമി, അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മുക്തി വേണം. അപ്പൊ എനിക്ക് സന്യാസ ദീക്ഷ തരണമെന്ന് പറയും. അപ്പൊ പറയും അത് അങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റില്ല. പിന്നെന്താ പെട്ടിയിലെടുത്ത് വെച്ചാൽ എടുത്തെടുത്ത് കൊടുക്കാം, അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് ദിവസം നീ ഈ ബോധിവനത്തിൽ നിൽക്ക്, എന്നിട്ട് ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ. അല്ല എന്താ ഈ ബോധിവനം? എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. ബോധിവൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു വനാണ് ബോധിവനം. ബുദ്ധന്റെ ആശ്രമമൊക്കെ. അപ്പൊ നീ അവിടെ നിൽക്ക്, ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ നീ കണ്ടുപഠിക്കും. എന്നിട്ട് നിനക്ക് അപ്പൊ തോന്നും നിനക്ക് എന്താവണം, തിരിച്ചു പോകണോ അല്ല സന്യാസി ആവണമെന്നും നിന്റെ മനസ്സിലേക്ക് തോന്നുമ്പോൾ അതുപോലെ ചെയ്യാം. കുറച്ച് ദിവസം കൊണ്ട് താമസിക്കുന്നവർ അങ്ങനെ ഇയാൾ താമസിച്ചു.
ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ നമ്മ ഇങ്ങോട്ട് തിരിഞ്ഞ ഇത്തിരി പ്രസന്നത കുറവുണ്ട്, ക്യാമറയിലേക്ക് നോക്കൂ. ആ പ്രസന്ന ചേച്ചിയോട് ഇത്തിരി പ്രസന്നത ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ മതി. അല്ല, അവരുടെ പേരിലൊരു പ്രസന്നത ഉണ്ടല്ലോ, അപ്പൊ ആ പ്രസന്നത ഇത്തിരി നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഈ ദേശീയമായിട്ട് നമുക്ക് ഇത്തിരി പ്രസന്നത ഉണ്ടാവും. ഉണ്ട് ഉണ്ട്, ദേശം വന്നിട്ടുണ്ട് എന്നോടെ. ഇല്ലേ? അപ്പൊ പറയും നീ ഇവിടെ താമസിക്കാം. അപ്പൊ ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ, ഒരാഴ്ച എന്ന് വിചാരിച്ചോ, അപ്പൊ കഴിഞ്ഞപ്പോ ഈ എന്നും ബുദ്ധദേവൻ ഇങ്ങനെ കുളിക്കാൻ പോകുമല്ലോ, പുഞ്ചിരി കുളിക്കാൻ പോകുന്ന സമയത്ത് ഇയാളെ കാണും, ഒന്ന് പുഞ്ചിരിക്കും, ഇയാളെ ഇങ്ങനെ വെറുതെ നിൽക്കുകയായിരിക്കും. ഒരു ദിവസം അയാളുടെ ഒപ്പം ഒരു നായ. അപ്പോ ബുദ്ധദേവൻ ചോദിച്ചു, ഇതെന്താണ്, ഇതെന്താ, ഇതെവിടുന്ന് വന്നു എന്ന് ചോദിച്ചു. ആ സ്വാമി, ഇത് ഞാൻ വളർത്തുന്ന നായയാണ്, എന്നെ ഇതിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോ ഇത് എന്നെ വിട്ട് നിൽക്കുകയില്ല, ഞാൻ ഇവിടേക്ക് വന്നതെന്ന് അറിയില്ല, എങ്കിലും അത് അന്വേഷിച്ച് എന്റെ മണം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കണു, അത്രയ്ക്ക് എന്നെ വിട്ട് നിൽക്കില്ല. അപ്പൊ ഇതൊന്നും ഇവിടെ നിന്നോട്ടെ അല്ല എന്റെ കൂടെ എന്ന് പറയും. അപ്പൊ ബുദ്ധദേവൻ പുഞ്ചിരിച്ചിട്ട് തലയാട്ടിട്ട് പോകും. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ അതേപോലെ ബുദ്ധദേവൻ കുളിക്കാൻ പോണ സമയത്ത് ഈ നായന്നില്ലേ, അതിന്റെ കൂടെ തന്നെ ഒരു ബാലകൻ നിൽക്കണം. അപ്പൊ ബുദ്ധദേവൻ ചോദിച്ചു, ഇതാരാണ് ചോദിച്ചു. അത് എന്റെ മകനാണ് സ്വാമി, ഈ എന്നെ വേണമെങ്കിൽ വിട്ടവൻ നിൽക്കും, പക്ഷെ ഈ നായനെ വിട്ട് നിൽക്കില്ല. നല്ല മകൻ. അയ്യോ, ഭയങ്കര മകൻ. അച്ഛനെ വേണമെങ്കിൽ വിട്ട് നിൽക്കും, പക്ഷെ നായനെ വിട്ട് നിൽക്കില്ല അല്ലേ? അല്ല, വെറുതെ എല്ലാ ആള് സന്യാസി തേടി വന്നത്. അതുകൊണ്ട് ഇവൻ ഈ നായയെ വിട്ട് നിൽക്കില്ല, അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്നോട്ടെ അല്ലേ സ്വാമി പറയും. അപ്പോഴും ബുദ്ധദേവൻ ചിരിച്ചൊരു അർത്ഥമുണ്ട്. നിന്റെ മകൻ നായനെ വേണമെങ്കിൽ നിന്നെ വേണമെങ്കിൽ വിട്ടു നിൽക്കും, പക്ഷെ നായനെ വിട്ടു നിൽക്കില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടിയോട് നിന്നു. പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോണ്ട് ഒരു സ്ത്രീ ഇതേപോലെ ബുദ്ധദേവൻ കുളിക്കാൻ പോകുമ്പോ സ്ത്രീ. അപ്പൊ നോക്കും, ആരാണ് ഇതെന്റെ ഭാര്യയാണ്, ഈ നായ എന്നെ വിട്ട് നിൽക്കില്ല, നായ വിട്ടിട്ട് ഈ മകൻ നിൽക്കില്ല, ഈ മകനെ വിട്ടിട്ട് എന്റെ ഭാര്യ നിൽക്കില്ല. അപ്പൊ എന്താ ചെയ്യാ സ്വാമി, അവരെല്ലാരും എന്റെ കുടുംബത്തിലുള്ളവർ മുഴുവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു, എന്താ ചെയ്യാന്ന് പറയാം. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, അതൊന്നും ഒളിച്ചോടാനൊന്നും പറ്റില്ല. വാ നീ എന്റെ കൂടെ വന്നിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഒരു കുളത്തിന്റെ വരമ്പത്ത് കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിൽ കുറെ കല്ലുകൾ പെറുക്കിയിടും, പലതരം കല്ലുകൾ. അത് ഒരു പാത്രം അങ്ങനെ ഒഴിഞ്ഞ പാത്രം ഉണ്ടാവും. അപ്പൊ ആ കല്ലുകളൊക്കെ പലതരം കല്ലുകൾ പെറുക്കിയിട്ട പാത്രം അതിലേക്ക് ഇട്ടപ്പോ അത് താന്നുപോയി. ഏതിൽ കിട്ടപ്പോ? കുളത്തിലേക്ക് ഇട്ടപ്പോ. പാത്രത്തിൽ കല്ല് നിറച്ചിട്ട് കുളത്തിലേക്ക് ഇട്ടു. അത് ഭാരമുണ്ടല്ലോ, അപ്പൊ അത് കുളത്തിലേക്ക് താന്നുപോയി. പക്ഷെ പിന്നൊന്ന് അതിനൊന്നും ഇല്ലാണ്ട് വെറുതെ ഒഴിഞ്ഞ പാത്രം ഇട്ടപ്പോ അത് മേലെ പൊങ്ങി കിടന്നു. അപ്പോ പറഞ്ഞു, ഇതന്നെയാണ് ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കല്ലുകളൊക്കെ നിറഞ്ഞ പാത്രം പോലെയാണ്. അതിൽ പലതരം കല്ലുകളിട്ട് അത് താന്നു പോയില്ലേ, അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതം, സംസാരം എന്നൊക്കെ പറഞ്ഞ പലതരം സ്ഥിതികൾ വരാം. ആഴത്തിലേക്ക് ഇറങ്ങി പോവാന്നുള്ളതാണ് സംസാരം എന്ന് പറഞ്ഞാൽ. സംസാരത്തിന്റെ ആഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇത് പല ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഉണ്ടാവും. സംഘർഷങ്ങളും ഇതൊക്കെ തരണം ചെയ്യണം, അതിലേക്ക് ഇറങ്ങി ചെല്ലണം. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് ജീവിക്കുമ്പോൾ തന്നെയാണ് അതിലുള്ള സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ കാലി ഈ പാത്രം പോലെ പൊങ്ങിക്കിടക്കുന്നത് ആരാണ്? സന്യാസിയായി എല്ലാം തിരിച്ച ഒരാൾ, വേറെ ബാന്ധവ്യങ്ങളൊന്നും ഇല്ലാതെ, ഒരു ബന്ധങ്ങൾക്കും കട്ടുപാടുകളൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു മനസ്സ് സന്യാസത്തിന് സിദ്ധാവാം. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സന്യാസത്തിന് സിദ്ധാവാൻ പറ്റില്ല. പിന്നെ നിൻ്റെ ജീവിതം, നിൻ്റെ ഈ വിരസത കാര്യങ്ങളൊക്കെ, സന്തോഷം വിരസതയൊക്കെ വന്നുകൊണ്ടുണ്ടാവും. ഈ കല്ല് നിറഞ്ഞ പാത്രം പോലെയാണ് സംസാരിയായ ഒരു വ്യക്തിയുടെ ജീവിതം. അത് എത്രത്തോളം ഭാരമുണ്ടോ അത്രത്തോളം ആളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പറയും പോലെ. പക്ഷെ അതൊക്കെ നീ അനുഭവിച്ചേ പറ്റുമോ. സംസാരത്തിന്റെ നിയോഗമാണ്. സന്യാസത്തിന്റെ നിയോഗം പറഞ്ഞാൽ ഇതിനൊന്നും കട്ടുപാടുകളൊന്നും ഇല്ലാതെ, ഒന്നിനും ബന്ധസ്ഥനാവാതെ അതിങ്ങനെ മുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടാവും. അതിന് ഒന്നുമില്ല, ദൈവിക ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ സംസാരം ബുദ്ധിമുട്ടാണ് പറഞ്ഞൊരു സന്യാസോ അല്ലെങ്കിൽ അത് വിട്ടുപോവോ ചെയ്യരുത്. അതെന്താണോ അതിനെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതാണ് ബുദ്ധദേവൻ പറഞ്ഞത്. കുറച്ച് ചതച്ചമുളകിട്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി, ഒരു ലേശം. നമ്മുടെ ഇതിൽ എത്രയാണ് ഇൻഗ്രീഡിയൻസ്, എത്ര ഉള്ളത് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ചതച്ചമുളക് ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി,
മുളക് പൊടി. എന്നാൽ പച്ചമുളക് ആൾറെഡി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് പാകത്തിനുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി എത്ര ആവശ്യം എരിവ് വേണം അത്ര മസാല നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം പച്ചമുളക് ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്ര ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങി കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആവാൻ പാടുള്ളൂ. ഇത് നമ്മളിപ്പോൾ തോരനും ഉപ്പേരിക്ക് വെക്കില്ലേ, അതുപോലെ തന്നെയാണ്. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ കഥയിൽ ചെറിയൊരു സംശയം വന്നു കേട്ടോ. എന്താ അറിയുക, ഇപ്പോൾ ഒരു നമ്മുടെ ബുദ്ധദേവനെ തേടി ഒരാൾ വന്നു, സന്യാസം സ്വീകരിക്കണം, എനിക്ക് എല്ലാത്തും കൊണ്ട് മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ്, ഇന്ന എൻ്റെ ജീവിതം ഈ മാർഗത്തിലേക്ക് പൊക്കോട്ടെ വന്നിട്ട് വന്നു. അവിടെ മേലെ കഥ കറക്റ്റാണ്. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ട് ആ കഥയിൽ. എന്താ അറിയോ, കേൾക്കാം, ചോദിക്കണമല്ലോ. ആദ്യം സന്യാസി വന്നു, അല്ല ഈ മനുഷ്യൻ വന്നു, സന്യാസിയാവണം പറഞ്ഞു. അപ്പോൾ ബുദ്ധദേവനായതുകൊണ്ട് ശരി വന്നോ, ഇവിടെ ഇരുന്നോ, കുറച്ച് ദിവസം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു നായ വന്നു 4 ദിവസം കഴിഞ്ഞപ്പോൾ, കറക്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ കേട്ടോ. ആ നായയോടൊപ്പം വീണ്ടും ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പയ്യനും വന്നു, കറക്റ്റ് 4 ദിവസം കേട്ടോ. നമ്മളെന്തോ പ്ലാൻ ചെയ്ത പോലെ, പ്രീ പ്ലാൻ ചെയ്ത പോലെ. അത് കഴിഞ്ഞ് പിന്നൊരു 4 ദിവസം കഴിയുമ്പോൾ അയാളുടെ ഒരേ ഒരു ഭാര്യ അങ്ങോട്ട് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ 3 പേരും 4 ദിവസം ഗ്യാപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബുദ്ധദേവൻ്റെ പകരം രഞ്ജിത്താനന്ദ സ്വാമിയാണെങ്കിൽ എന്ത് പറയോ, ആദ്യം അയാളെ ഇങ്ങോട്ട് വിളിക്കും. എന്നിട്ട് ഈ പാത്രത്തിൽ കല്ലൊക്കെ ഇട്ടിട്ട് അമ്മ നേരത്തെ പറഞ്ഞില്ലേ, അതൊന്നും കാണിക്കില്ല. നേരെ വിളിച്ചിട്ട് പറയും, നോക്ക്, നീ ഇവിടേക്ക് വന്നിട്ട് 12 ദിവസമായി, ഇതുവരെ ഒരു പട്ടിയും കൂടി നിന്നെ അന്വേഷിച്ച് വന്നില്ല. ഒരു നായ വന്നു ആദ്യമായിട്ട്. ആ നായ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതു, നായേനെ തന്തേനെക്കാളിലും സ്നേഹിക്കുന്ന മകൻ വേഗം നായേനെ അന്വേഷിച്ച് വന്നു. നിനക്കപ്പോൾ നായേനെയും കുട്ടീനെയും വേണം നായി. അപ്പോൾ ആദ്യം പോയ മനുഷ്യനെ അന്വേഷിച്ച് നിൻ്റെ ഭാര്യ വന്നില്ല, ഭർത്താവിനെ അന്വേഷിച്ചിട്ട്. രണ്ടാമത് പോയ നായേനെ അന്വേഷിച്ചും വന്നില്ല, പക്ഷെ കുട്ടി പോയത് വന്നു. അപ്പോൾ ആദ്യം പോയത് വലിയ നഷ്ടമല്ല. ഈ കണക്കിന് നിനക്ക് വേണ്ടത് സന്യാസമല്ല, നീ ആ കുളത്തിൽ മുങ്ങി ചത്തോ. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യം, സത്യമായിട്ട് പറയൂ, നിങ്ങൾ ഈ ബോധവനത്തിൽ വന്നത് സന്യസിക്കാനാണോ അതോ കുടുംബമായിട്ട് ഓസിക്ക് തിന്നിട്ട് പോകാനാണോ? കാരണം 4 ദിവസം ഗ്യാപ്പിൽ മൊത്തം ഫാമിലി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് റിസോർട്ടല്ല, ഇതൊരു ആശ്രമമാണ്, രഞ്ജിത്താനന്ദ സ്വാമിയുടെ ആശ്രമമാണ്. ഇവിടെ ഓരോരുത്തരായിട്ട് വന്നാൽ മതി, ഇവിടെ കുടുംബപരമായിട്ട് ആരും ചേർക്കുകയില്ല എന്ന് മനസ്സിലായി. അതെ, രഞ്ജിത്താനന്ദ സ്വാമി ചോദിക്കും, ബുദ്ധദേവ അതിന് കല്ലൊക്കെ എടുത്ത് പെറുക്കി പാത്രത്തിൽ വെച്ച് താഴ്ന്നതും പൊങ്ങണതും ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2 കാര്യം, ആ നായ്ക്കുള്ള വിലയും കൂടി നിന്റെ മകനും ഭാര്യയ്ക്കും നിന്നോട് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ്. സെക്കൻഡ്, അതല്ല നിന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇതുപോലെ റിസോർട്ട് നടത്താനല്ല ഇത്രയും ഭംഗിയുള്ള വനത്തിൽ വന്ന് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ഞാൻ സന്യസിക്കാനും പ്രാർത്ഥിക്കാനാണ്, നീ അതുപോലെ തന്നേക്ക് വന്നാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ കുടുംബപരമായിട്ട് നീ വരുന്നത് കണ്ട് പല ആൾക്കാരും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റിസോർട്ടായിട്ട് മാറും. ഇതിന് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞ ലാസ്റ്റിൻ്റെ ഒരു തത്വം കൂടി ഞാൻ പറഞ്ഞുതരാം. മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളത് എപ്പോഴും പല ചിന്തകളാൽ നിറഞ്ഞതാണ്. അതാണ് ബുദ്ധദേവൻ ഇട്ട കല്ല് കണ്ട അർത്ഥം. അപ്പോൾ പല ചിന്തകളാൽ നിറഞ്ഞത് കൊണ്ട് തന്നെ ആ പാത്രം മുങ്ങിപ്പോവും. മുങ്ങുമ്പോൾ എന്താവും, ആ ജലാശയത്തിലുള്ള എല്ലാ കുപ്പകളും മുകളിലേക്ക് വന്ന പോലെ തോന്നും. പക്ഷേ എന്നാലും അല്പനേരം കഴിയുമ്പോൾ ജലാശയം പോലും ശുദ്ധമാവും, പണ്ടത്തെ അതേ രീതിയിലേക്ക് വരും. ഇതാണ് ജീവിതം. ഇവിടെ വരുന്ന സംഘർഷങ്ങളെ നമ്മൾ നേരിട്ടേ പറ്റൂ. സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും, ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും. നമ്മൾ ഈ ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ് സന്യാസം എന്ന് പറഞ്ഞൊരു മഹത്തായ കാര്യത്തേക്ക് നമ്മൾ പുറപ്പെടുന്നത്. അത് പുറത്തിടുമ്പോൾ തെളിഞ്ഞ പാത്രം പോലെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കാലി പാത്രം ഉണ്ടാവില്ലേ, അതുപോലെ മനസ്സ് പരിശുദ്ധമാക്കിയിട്ട് ദൈവം ആത്മീയം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള സഞ്ചാരമാണ്. ശരിയല്ലേ? അതിന് മുമ്പ് പറഞ്ഞത് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, സംശയം. അതാണ്. പിന്നെ അമ്മേനോട് ദിവസം പറഞ്ഞോണ്ട് എനിക്കും സന്തോഷമാണ്, ഞാൻ വെറുതെ പറഞ്ഞാണ്. ആദ്യമായിട്ട് അമ്മേനോട് പറയണം, അമ്മ എന്നെ ഇത് കഴിഞ്ഞിട്ട് ഇടിക്കരുത് കേട്ടോ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്. പിന്നെ ദയവ് ചെയ്ത് കുടുംബാംഗങ്ങളെ എന്നെ വെറുതെ ഇട്ട് എന്താ പറയുക, ഓടിച്ചിട്ട് തല്ലാൻ നിങ്ങൾ ശ്രമിക്കരുത്, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഈ നാളെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് എന്നെ കൊല്ലരുത്, മറ്റന്നാൾ ബാലങ്കനാരായിരിക്കും വീഡിയോ പിടിക്കുന്നത്. അല്ല അമ്മ എന്നൊന്നും ചെയ്യില്ല, എന്നൊക്കെ ഇഷ്ടമായിരുന്നു. ടീച്ചർ രവി ആക്കണോ? വേണ്ടേ? ജോസ് പ്രകാശ് അല്ല പിന്നെ എന്താക്കണം? മമ്മൂട്ടി ആക്കണോ? ഇങ്ങോട്ട് തിരി എന്താക്കണം നമ്മ പറയണത്? അമ്പടാ. ഇതിപ്പോ ഞാൻ എന്തിനാറിയോ ഇത്ര ഉപ്പേരി വെച്ചിട്ടുള്ളത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
ഒരു നേരം എടുത്ത് വെച്ച് അല്ല എനിക്ക് മതിയാവും. ഒരു നേരത്തെ അമ്മയുടെ ഉപ്പേരി ഇത് എത്രയാണ് കേട്ടോ. ഞാൻ കൂട്ടും. അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. ഞാൻ കഞ്ഞിയാ കുടിക്കുന്നത്. ഇവർക്ക് ഇന്ന് തക്കാളി കറി വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഇത് വേണ്ടല്ലോ, അപ്പൊ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കില്ല. ഞാൻ ഇതിന്റെ കൂടെ കഞ്ഞി കുടിക്കും. ആ ഉപ്പേരി മുഴുവൻ അപ്പൊ ഇതിന്റെ കൂടെ കഞ്ഞി കുടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വിളിക്കുന്നില്ല അമ്മ? ഒരു കുഴപ്പമില്ല അമ്മ. ഈ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഉപ്പേരി കൂട്ടി കഞ്ഞി കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അമ്മ. അമ്മേനൊക്കെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. എടാ, നമ്മുടെ കഞ്ഞി നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ. ട്രഡീഷണൽ ഫുഡ് ഓഫ് കേരള. അതിനെ കുറ്റം പറയരുത് അല്ലേ? ഒന്ന് വയ്യാണ്ടായ എണിച്ചിരിക്കണമെങ്കിൽ കഞ്ഞി വേണം. എത്ര പറയും പോലെ അമ്മ ഒരു അച്ചാറും കൂടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ മറയായിട്ട് നിന്നത് കൊണ്ട് കണ്ടില്ല. അപ്പൊ അത് കാണാത്തോണ്ട് നിങ്ങളിപ്പോ ആ നെല്ലിക്ക പറഞ്ഞില്ലേ, ഇപ്പൊ മാങ്ങ കിട്ടി അത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അയ്യോ എന്തുകൊണ്ട് ഒരു അച്ചാറിനെ പറ്റി പറഞ്ഞില്ല എന്ന് അമ്മ ചിന്തിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോ അമ്മ ഇങ്ങനെ മറയായിട്ട് നിന്നാന്ന് അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ക്ലീൻ ആയിട്ട് അച്ചാർ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇനി പറഞ്ഞോളൂ, ഈ അച്ചാർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? തരില്ലേ? ഇവനെ മുളകിട്ട അച്ചാർ അത്ര ഇഷ്ടമല്ല. മുളകിട്ടത് അപ്പൊ പച്ചമുളക് ഇട്ട അച്ചാറാണ് ഇവര് ഇഷ്ടം. ചെറുനാരങ്ങ ആണെങ്കിലും അതെ, പച്ചമുളക് ഇട്ടതാണ് ഇഷ്ടം ഏതും. അപ്പൊ അവന് വേണ്ടിട്ട് ഞാനത് ഉപ്പിലിട്ട് വെച്ചതാണ്. ഇനി എന്തായാലും ഇനി എന്തായാലും ഞാൻ കൊടുക്കില്ല. അതിന് ഞാൻ മുളക് ഇട്ടു കൊടുക്കൂല. അപ്പൊ എല്ലാരും വിളിക്കില്ലേ? വിളിച്ചല്ലോ. അപ്പൊ എല്ലാവർക്കും ബൈ.